ഈ എന്താ പറയുക ദുരന്തക്കെടുതിയിലേക്ക്, കെടുതി മീൻസ് ദുരന്തത്തിലേക്ക് ഓരോ എംപ്ലോയീസിനെയും വക ഇത്ര ശതമാനം ഫണ്ട് അല്ലേ അവരെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, അവരുടെ സാലറിയിൽ നിന്ന് എന്തെങ്കിലും പിടിക്കുന്നുണ്ട് ദുരന്തത്തിന്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആകുമ്പോൾ എല്ലാവരുടെ സാലറി ഒരേപോലെ അല്ല, പലരുടെയും ശതമാനം വ്യത്യാസം ഉണ്ടാവില്ലേ അവരുടെ സാലറിയിൽ നിന്ന് ഈ ഒരു ഫണ്ടിലേക്ക് റിലേറ്റ് ആകുമ്പോൾ പലതും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസ് ഒക്കെ എന്തിൽ കാണിക്കുന്നു? ഓൺലൈൻ ഫയലിംഗ് റിട്ടേൺസിൽ കാണിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡോക്യുമെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ വാട്ട് ഈസ് ITR ഡിസ്കസ് ചെയ്തു. ഡോക്യുമെൻറ്റ് മീൻസ് സാലറി ഡോക്യുമെൻറ്റ്, സാലറി ഡോക്യുമെൻറ്റ്. ഇതിൽ കുറേ പേയ്മെൻറ്റ്സ് ഡോക്യുമെൻറ്റ്, ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ എഴുതാനുണ്ട്. പിന്നെ അതിൽ റീഫണ്ട് ചെയ്തത്, റീഫണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതിൽ കാണിക്കുന്നത് കൺഫർമേഷൻ ഉണ്ടാവും, കൺഫർമേഷൻ. പിന്നെന്താ ചോദിക്കുന്നത്? ഫയലിംഗ് അസസ്മെന്റ്, ഫയലിംഗ് അസസ്മെന്റ് ഉണ്ടാവും. ദെൻ സാലറി ഡോക്യുമെന്റ് ഓർ ഡീറ്റെയിൽ ആണ്, ഓർ ഡീറ്റെയിൽസ്. പിന്നെന്താ കാണിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ്, ഹൗസ് പ്രോപ്പർട്ടി. ഇതിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് കാണിക്കും, പിന്നെ ഹൗസ് പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതിൽ കാണിക്കുന്നത് പിന്നെ സമ്മർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സമ്മർ ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ, അതായത് ഡോക്യുമെന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ഓൺലൈൻ ഫയലിംഗ് ആൻഡ് റിട്ടേൺസ് ആണ്. അപ്പോൾ ഓൺലൈൻ ഫയലായിട്ട് ഒരാളെ സാലറിയിലെ വേരിയേഷൻസും ആ സാലറിയിലുള്ള എന്തൊക്കെയാണ് അവർക്ക് കിട്ടിയത് കിട്ടാതെ പോയത് അവരെന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഓൺലൈൻ ഫയൽ ചെയ്യുമ്പോൾ. ഫസ്റ്റ് തന്നെ അവർ ഫയൽ ചെയ്യേണ്ടത് നമുക്ക് എന്ത് സാലറി ഡീറ്റെയിൽസ് ഫയൽ ചെയ്താലേ സാലറി എന്തൊക്കെ പോയി, എന്തൊക്കെ അലവൻസ് ഉണ്ട്, എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെയാണ് ഗവൺമെൻറ് പിടിച്ച ടാക്സസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ അത് ഫയൽ ചെയ്യണം. ഫസ്റ്റ് ഫയലിംഗ് അസസ്മെൻറ്റ്, ഇതാണ് ഫസ്റ്റ് ഘട്ടം. എന്താണ് ഫയലിംഗ് അസസ്മെൻറ്റ്? അവിടെ ഫയൽ അങ്ങോട്ട് ആപ്ലിക്കേഷനായിട്ട് ഫയൽ കൊടുക്കണം. പിന്നീട് അതിന് സാലറി ഡോക്യുമെൻറ്റ്സ് കുറേ കാണിക്കും. ആ പേരും ഇവിടെ പേര് വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ID ഉണ്ട്. ഓൺലൈൻ അവരെ എംപ്ലോയീസിൻ്റെ ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക? ഫയലിംഗ് അസസ്മെൻറ്റ് കൊടുത്താൽ അതിൻ്റെ കൂടെ സാലറി ഡോക്യുമെൻ്റ് ആൻഡ് ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ജോലി ചെയ്യുന്ന പിന്നെ അല്ലെങ്കിൽ ആ ഒരു തസ്തിക, അതിൻ്റെ സാലറി സ്കെയിൽ അതടിച്ചാൽ തന്നെ കറക്റ്റായിട്ട് എന്ത് വരും? ഇങ്ങനെ അവർ എന്തൊക്കെ സാലറിയിൽ നിന്ന് എടുത്ത് എന്തൊക്കെ സാലറി എല്ലാം അതിൽ പിന്നെ റീഫണ്ട് ചെയ്ത് എന്തൊക്കെയാണെന്ന് കാണിക്കും, പേയ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണിക്കും, റീഫണ്ട് കാണിക്കും, പിന്നെ കൺഫർമേഷൻ കൊടുക്കാൻ പറയുന്നു, പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ പിന്നെ എന്താ അതിൽ പറയുന്നത്? പേയ്മെൻറ്റും പിന്നെ കൺഫർമേഷൻ ആൻഡ് അതർ സാലറി ഓഫ്, പിന്നെ പെൻഷനായിട്ട് അഥവാ ഇനി ഗവൺമെൻറ് എംപ്ലോയി ഗവൺമെൻറ് എന്ത് ചെയ്യുക? അവർക്ക് പെൻഷനിലേക്ക് പോന്നാൽ പെൻഷനിലേക്ക് എത്ര വരുന്നുണ്ട്, എത്ര വാങ്ങി, ഇവർ പെൻഷൻ എത്ര വാങ്ങി, എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്യുന്നതാണ് ഓൺലൈൻ ഫയലിംഗ് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻസ്, ഫോറിൻ ഇൻകം, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഇതൊക്കെ ഇതിൽ നോക്കുന്നതാണ്. മീൻസ് എഴുതിയില്ല. ഡിവിഡൻഡിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലല്ലോ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നോക്കിയില്ലയോ? ഡിവിഡൻഡ്, അതിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റ്, പലിശ, പിന്നെന്തൊക്കെ മനസ്സിലാവുക? ഡിമാൻഡ്, പിന്നെ ഫോറിൻ ഇൻകം ആൻഡ് ഫോറിൻ ഇൻകത്തിൽ അതിൽ ഫോറിൻ ഇൻകം,
നമുക്കറിയാം നമ്മളെ വീട്ടിൽ ചിലപ്പോൾ സെൻസസ് എടുക്കാനൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ലോക്കലി പറഞ്ഞ ഓരോ വീട്ടിൽ ഓരോരുത്തർ പഞ്ചായത്തിൽ നിന്നൊക്കെ സെൻസസ് എടുക്കാൻ വരുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ വീടോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുന്ന വീട്ടിൽ പോകുമ്പോൾ ഇവരിങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഓരോ വാർഡിലില്ലേ വാർഡ് ബേസിൽ അംഗൻവാടി ടീച്ചേഴ്സൊക്കെ വരിക അല്ലെങ്കിൽ ആശാ വർക്കേഴ്സൊക്കെ വന്നിട്ട് ഇവരെന്തിനാണ് എടുക്കുന്നത് ഇൻകം ടാക്സുമായി സംബന്ധിച്ചുള്ള എന്താണ് സാമ്പത്തികമായിട്ട് തിരിമറി നടത്തുന്ന ട്രാൻസാക്ഷൻ നടത്തുന്ന വീട്ടിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ വീട്ടിലെ ആരുണ്ടാവുക വീട്ടുകാരി അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ്റെ അല്ലെ കാർഡൊക്കെ അവർ റേഷൻ കാർഡ് സംഭവമുണ്ട് അതൊക്കെ അവരുടെ പേരിലായിരിക്കും. അപ്പോൾ അവർ നടത്തുന്ന ട്രാൻസാക്ഷൻ പിന്നെ അവർക്ക് കിട്ടുന്ന ഇൻക്രിമെൻറ്റ്സ് ഒക്കെ കാണിക്കുക. അതായത് വീട്ടിൽ ഇപ്പോഴത്തെ ഒരു എന്താ ഈ ഒരു അപ്ഡേറ്റ്സ് മീൻസ് ഒരു 3-4 മാസമായിട്ട് ഇപ്പം നടക്കുന്ന സെൻസസിൽ പഞ്ചായത്ത് ബേസിൽ പറയുന്നത് എന്താണ് ഇവർക്ക് കാറുണ്ടെങ്കിൽ കാറും AC ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തില്ല കൺസെഷൻ ഒന്നും കിട്ടുന്നില്ല. കാരണം ഗവൺമെൻറ് എംപ്ലോയീസിന് അധികം കൺസെഷനും വെട്ടി കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇപ്പോൾ AC ഒക്കെ നിർബന്ധം AC ഇല്ലാത്ത വീടിപ്പല്ല. ഇപ്പോൾ AC ഉണ്ടെങ്കിലും പിന്നെ കാറ് AC 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ് വരുമാനമാണെങ്കിൽ പിന്നെ തീരെ എന്തില്ല കൺസെഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെ BPL ഒക്കെ APL ആവും കാർഡ് അങ്ങനെ അതൊക്കെ ഈ ടാക്സും ഇൻകം ടാക്സ് വഴി വരുന്ന ഈ ഒരു സെൻസസ് ഒക്കെ എടുക്കുന്ന എന്താണ് ഓരോ വീട്ടിലെയും സാമ്പത്തിക അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ടാണ്. വാർഡിലൊക്കെ എന്ത് സെൻസസ് നടത്തുന്നത് അല്ലേ സാമ്പത്തിക വർഷത്തിൽ എന്ത് ചെയ്യും സെൻസസ് നടത്തും. കാരണം എന്താ ഓരോ വീട്ടിലെയും ട്രാൻസാക്ഷനും അവിടെ സാമ്പത്തിക ഡെവലപ്മെൻറ്റും എത്രത്തോളം ഏത് നിലവാരത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ടാക്സ് കൂട്ടാനും ടാക്സ് കുറയ്ക്കാനൊക്കെ എന്ത് ഉപകരിക്കും ഈ ഒരു സെൻസസ് ഉപകരിക്കുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഫയലിംഗ് ഓഫ് ITR എന്താണ് അഡ്വാൻറ്റേജസ്? പിന്നെ ഇതിലുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ബീയിങ് എ ലോ അബ്ഡിങ് സിറ്റിസൺ ആൻഡ് ക്ലെയിമിങ് റീഫണ്ട് പ്രോസസ്സിംഗ് ഓഫ് ഡോക്യുമെൻറ്റ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് അല്ലേ. അതായത് അഡ്വാൻറ്റേജസ് നഷ്ടം വന്നാലൊക്കെ അറിയാൻ പറ്റും എവിടേക്കാണ് സാലറി എന്ന് ഇവർ പിടിച്ചത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ അഡ്വാൻറ്റേജസ് അല്ലേ. അഡ്വാൻറ്റേജസ് ആണെന്ന് പറഞ്ഞാൽ നേട്ടം ഇതൊക്കെ നമ്മളെ നേട്ടങ്ങളല്ലേ. ഇതൊക്കെ നമ്മളെ നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ എവിടെ നിന്നാണ് സാലറിന്ന് എന്തൊക്കെ എടുക്കുന്നത് നോക്കാം. അതൊരു അഡ്വാൻറ്റേജസ് ആണ്. ദെൻ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഗൈഡ് ഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺസ്. ഓരോ സ്റ്റെപ്പിൽ ഫസ്റ്റ് ആ സ്റ്റെപ്പിൽ അതിലെന്ത് ഗോ ടു സൈറ്റ് ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻകം ടാക്സ് ഗവൺമെൻറ് സൈറ്റ് ഇൻ പോർട്ടൽ. ഓക്കെ സ്റ്റെപ്പ് ഫോർ ദ രജിസ്ട്രേഷൻ. പിന്നെ എന്താണ് ഇതിലെ ബെനിഫിറ്റും അഡ്വാൻറ്റേജസും ഏകദേശം ഒന്ന് തന്നെയാണല്ലേ. ബെനിഫിറ്റ് അത് ഇവരുടെ നേരത്തെ മിസ് പറഞ്ഞ എല്ലാ ഇതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇവരുടെ ഡോക്യുമെൻറ്റ്സും പേയ്മെൻറ്റും റീഫണ്ട് മെഡിക്കൽ ലീവ് അലവൻസ് പിന്നെ പേയ്മെൻറ്റ്സ് ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് അങ്ങനെയുള്ള അവിടെ ഒരു സാലറി സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും എവിടെയൊക്കെ മിസ്സായി എന്തൊക്കെ ലോസായി എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബെനിഫിറ്റ് അല്ലേ. ബെനിഫിറ്റാണ്. ദെൻ വെരിഫിക്കേഷൻ മീൻസ് മൊത്തത്തിലൊരു വെരിഫിക്കേഷൻ തന്നെയാണ് ഫയലിംഗ്. അവിടെ എന്ത് വെരിഫിക്കേഷൻ സാലറിയിലെ ഇൻക്രിമെൻറ്റ് അലവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷനാണ് എന്ത് പിന്നെ ഓൺലൈൻ ഫയലിംഗ്. ഇതിൻ്റെ സ്റ്റെപ്പ് ഏത് സൈറ്റാണെന്നറിയാം. നമ്മൾ ഗവൺമെൻറ് സൈറ്റ് കയറി നോക്കിയാലേ എന്ത് കാണാൻ പറ്റുള്ളൂ നമുക്കൊരു ഫയലിംഗ് കാണാൻ പറ്റും. അതായത് സ്റ്റെപ്പ് 4 രജിസ്ട്രേഷൻ. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക രജിസ്ട്രേഷൻ അല്ലേ. രജിസ്ട്രേഷൻ ആ ഒരു സൈറ്റിൻ്റെ പേര്. ഓക്കെ നമ്മൾ ഒരു സൈറ്റ് ഉണ്ടാവുമല്ലോ ഈ ഒരു സൈറ്റ് ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരും കേട്ടോ. കാരണം സൈറ്റിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക സൈറ്റിൻ്റെ പേര് മനസ്സിലാക്കി വെക്കുക. WW മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എന്താ സൈറ്റ് നമ്മൾ അതാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫയലിങ് ഈ ഒരു പാർട്ട് ഫിനിഷ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്തിലാ കയറേണ്ടി ചെയ്യണം നമുക്ക് മനസ്സിലാവേണ്ടത് എന്ത് സൈറ്റിലാണ് പോകേണ്ടത്. WW ഇൻകം ടാക്സ് www.incometax .government.in IEC portal.
ഓക്കെ, ഇതാണ് ഏത് നമ്മുടെ ഇൻകം ടാക്സ്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ രജിസ്ട്രേഷൻ, ഗോ ഇറ്റ് ദ സൈറ്റ് ഇൻ രജിസ്ട്രേഷൻ. പിന്നെ വെരിഫൈ സ്റ്റാറ്റസ് എന്ന് കൊടുത്താൽ വെരിഫൈ സ്റ്റാറ്റസ്. വെരിഫൈ സ്റ്റാറ്റസ് കൊടുത്താലാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സംഭവങ്ങളും, അതായത് ഓൺലൈൻ ഫയലിംഗ് റിട്ടേൺസ്. ഓക്കെ, ഓൺലൈൻ ഫയലിംഗ് റിട്ടേൺസിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട്, സാലറി ഡോക്യുമെൻറ്റ്സും പേയ്മെൻറ്റ് ഡോക്യുമെൻറ്റും ഡിവിഡൻറ്റും കൺഫർമേഷനും, ദെൻ പിന്നെന്താ മിസ് ചെയ്തില്ല, ഡിവിഡൻറ്റ്, ഫോറിൻ ഇൻകം, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻസ്, ഹൗസ് പ്രോഫിറ്റ്, പിന്നെ എല്ലാ ഡോക്യുമെൻറ്റും കറക്റ്റായിട്ട് എന്ത് കൊടുക്കണം, ആദ്യം www.com ഇൻകം ടാക്സ് ഗവൺമെൻറ് സൈറ്റിൽ കയറിയാൽ മാത്രമേ അവരുടെ പേരും രജിസ്ട്രേഷനും അവരുടെ സാലറി സ്കെയിലും അടിച്ചാൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ ഫയലിംഗ് ആൻഡ് റിട്ടേൺസ് എന്നുള്ള ആ ഒരു കറക്റ്റ് നമുക്ക് അതിനുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ.